ഗെയ്സ് മുഹമ്മദ് സ്വാഗതമായിട്ടാണ്. പരമ്പര കർഷകൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ. ഇന്ന് നമുക്ക് റമ്മിൽ എങ്ങനെയാണ് കുരുമുളക് കൃഷി ചെയ്യാമെന്നുള്ള രീതിയാണ്. അപ്പോൾ അതിന് വേണ്ടത് നല്ലൊരു അരറമ്മാണ്. അരറമ്മിൽ ഇതുപോലൊക്കത്തെ പൈപ്പ് കൊടുത്തിട്ട് ആ പൈപ്പും കഷ്ണം അതിൽ കോൺക്രീറ്റിൽ സെറ്റാക്കിയതാണ്. അതിൻ്റെ ഇടയിൽ ഏകദേശം ഒരു 4 ചട്ടി കോൺക്രീറ്റ് ഇട്ടിട്ട് കമ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ കമ്പിയിൽ കുടിപ്പിച്ചതാണ്. അപ്പോൾ ഇളകൊന്നുമില്ല, റമ്മർക്ക് ഇളകുള്ളൂ. നല്ല ഓവർ ടൈറ്റായി. അപ്പോൾ അതിന് വേണ്ടത്, അപ്പോൾ അതിൽ എങ്ങനെയാണ് നടുക എന്നുള്ള ഒരു രീതിയാണ്. അതിന് മണ്ണ്, അതിനുള്ള നല്ല കൃഷിക്ക് ആവശ്യമായിട്ടുള്ള നല്ല നാടൻ മണ്ണ്, കല്ലോട് കൂടിയുള്ള മണ്ണാണ്, ചരലൊക്കെ കൂടിയിട്ടുള്ള മണ്ണാണ് ആവശ്യം. അതുപോലെ കുറച്ച് ചകിരിച്ചോറൊക്കെ പാടെ കൂട്ടിയിട്ടേ ഇതാണ് ഇപ്പോൾ നമുക്ക് നടാനുള്ളത്. കുരുമുളക് ഇതിൽ ഈ 3 തൈ ഇതിൽ നടാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് എന്ത് ചെയ്യുക, വീഡിയോയിലേക്ക് പോകല്ലേ. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് ലേശം മണ്ണ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല മണ്ണ് ഇളക്കൂറുള്ള മണ്ണാണ്. അപ്പോൾ അത് ലേശം മണ്ണാണ് ഇട്ട് കൊടുത്താൽ മണ്ണാണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നേരെ മണ്ണിട്ട് ഇനി നമുക്ക് ആവശ്യം ചകിരി ഇടണം. ചകിരി ചണ്ടിയൊക്കെ ഇട്ടിട്ട് കരിച്ചില്ലൊക്കെ ഇട്ട് അത് നിറക്കേണ്ട ആവശ്യം. ഓവർ നിറക്കാൻ പാടില്ല, ആവശ്യത്തിന് നിറച്ചിട്ടെ. ചകിരിയൊക്കെ ഇട്ട് കഴിഞ്ഞാലേക്ക് വേരോടാൻ വേര് നല്ലോണം ഇറങ്ങിച്ചെല്ലും. പിന്നെ വെള്ളത്തിൻ്റെ പെട്ടെന്ന് മണ്ണ് ഉണങ്ങിപ്പോവില്ല. ചകിരി ഉണ്ടാവില്ലേ, ചകിരി നല്ല കുറച്ച് ഓല മട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെണ്ടി അങ്ങനെ കുറേശ്ശെ മണ്ണിൽ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലാണ് നമുക്ക് വെക്കാനുള്ളത്. കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കുക. കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കുക. ചുള്ളലിട്ട് കഴിഞ്ഞാൽ, ചെറിയ ചുള്ളികളിട്ട് കഴിഞ്ഞാൽ, ഉണക്കച്ചുള്ളലിട്ട് കഴിഞ്ഞാൽ നല്ല വേര് നല്ലോണം അതിൽ മണ്ണിലെല്ലാം ഇറങ്ങിച്ചെല്ലും. അപ്പം അതിനാണ് ചുള്ളൽ കൂടുതൽ ഇട്ട് കൊടുക്കുക. ചില ആളുകൾ ചിലപ്പോൾ കരുതുന്നത് എന്തിനാണ് ഇത്ര ചുള്ളലുകളൊക്കെ നടക്കണമെന്ന്. ചുള്ളൽ ഓല അല്ലെങ്കിൽ ചകിരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേരോട്ടം കൂടുതൽ കിട്ടാനുള്ള ഒരു പരിപാടിയാണ്. ഓല അവിടെ കൊടുത്താൽ നമ്മൾ ആദ്യം ചകിരിയിട്ട് പിന്നെ കുറച്ച് ചുള്ളലുകൾ, ഉണക്ക ചുള്ളലുകൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടാനൊന്നുമില്ല. ഇനി മണ്ണിടുക. ഇനി മണ്ണിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം, തീ വെക്കണം. പിന്നെ നമുക്ക് വള്ളി കീറുന്നതിനനുസരിച്ച് വളം കലക്കിയിട്ടൊക്കെ വെച്ചു. ആകെ വന്നത് 3 കൊട്ട മണ്ണാണ്. അത്രയും പാടുള്ളൂ. കൂടുതലായ വെയിറ്റ് ഓവർ വെയിറ്റ് ആവും.
പൊക്കി എടുത്തേക്കണം എന്ന് കരുതിയാൽ നടക്കൂല. പൊക്കിടൊക്കെ അടിക്ക് കത്തി കൊടുത്തിട്ട് ഇതുപോലെ നട്ട് നേരെ വലിയ കല്ലുകളൊക്കെ മാറ്റണം. ചെറിയ ചരലുണ്ടായിട്ട് കുഴപ്പമില്ല. നമുക്കിതിലോട്ട് എന്ത് ചെയ്യണം? നമ്മളെ മുളകിൻ ചെടിയെ എടുത്തു വെക്കണം. ഇതാണ് ഇപ്പോൾ ഒരു മുളകിൻ ചെടി. ഒരിക്കതിയിലേ നമ്മൾ ഇതിൽ ഇറക്കി കൊടുത്തതാണ്. ഒന്ന് താഴ്ത്തി വെച്ചതാണ്. താഴ്ത്തി വെക്കാൻ കാരണം അല്ലാതെ ഏകരം പൊന്തിപ്പോയി. അതുകൊണ്ട് പീസ് നമുക്ക് കിട്ടിയാൽ എന്ത് ചെയ്യാം? വേറെ എന്തെങ്കിലുമൊക്കെ ചെടി വെച്ച് കൊടുക്കും. ഇട്ട് നോക്കുക, കിട്ടിയാലായി. കണ്ടേ കീസ പോകുന്നു. കണ്ടില്ലേ? ഈ കീസ മകിഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ ചെടിക്ക് തൽക്കാലത്തിനൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വേരുണ്ട്. ഇപ്പം വേര് വന്നിട്ടേ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇതിനെ നടുമ്പോൾ പെട്ടെന്ന് ഇതിൽ വേര് വന്നോളും. അപ്പോൾ അതിൻ്റെ പരിപാടി ഒന്നാണ് മാന്തി കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഇതിലാണ്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിനങ്ങനെ താന്ന് പോകും. ചണ്ടി ഓല ചകിരിയൊക്കെ താകേണ്ടതിനനുസരിച്ച് അയാൾ താന്ന് പോയിക്കോളും. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ. കൂടുതലായാലും കേടാണ്. അപ്പം നമ്മളൊന്ന് ചെറുങ്ങനെ കണ്ടില്ലേ? അത് മൂന്നാമത്തെ തെയ്യാണ്. നല്ല ഗ്രോത്തുള്ള തെയ്യ. ഇഷ്ടംപോലെ പേര് എല്ലാം വന്നിട്ട്. അപ്പോൾ മൂന്നാമത്തെ തെയ്യ് നമ്മൾ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. മണ്ണൊക്കെ ഇട്ടിട്ട് ഒരു കെട്ടൊക്കെ കെട്ടിയവിടെ വെക്കുക. പിന്നെ ഇതിന് 2 തലമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇങ്ങനെ കെട്ടി കയറ്റിയാൽ നമുക്ക് കുരുമുളക് നമുക്ക് മുറ്റത്തു നിന്ന് തന്നെ അറക്കേണ്ട രീതിയാണ്. അപ്പം കുറേ ചൂട് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റിൽ ചെയ്യാം. ഇപ്പം സുഹൃത്തുക്കളെ പരിപാടി കഴിഞ്ഞു. അതുപോലെ കണ്ടില്ലേ? ഇപ്പം നമ്മൾ ഇതിന്മേലൊരു പൈപ്പുമ്മലൊരു ചാക്ക്, കോട്ടൺ ചാക്ക്, ചാക്കനൂലിൻ്റെ ഒരു ചാക്കും കൂടി അതിന്മേൽ ചുറ്റിയിട്ട് നല്ല വരിഞ്ഞ് കെട്ടിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പറ്റുണ്ടല്ലോ, ഈ പറ്റ് ഭാഗങ്ങൾ നമ്മളവിടെ ഇതിന് പറയൽ പറ്റ് എന്നാണ് പറയൽ. ചില ആളുകൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടാവും. പല ഭാഗത്തും പല പേരല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ ഓരോരോ കണ്ണിലുള്ള ഈ പറ്റ് പെട്ടെന്ന് ഈ ചാക്കിൽ പിടിക്കും. ഇതിൻ്റെ മുകളിൽ ഇത് പൊന്തുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു ബോട്ടലോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ ഏത് സമയവും ഇതിമേൽ നനവുണ്ടാവും. അപ്പോൾ പറ്റ് വേഗം പിടിച്ച് കയറും. അതുപോലെ ചെയ്ത് കഴിഞ്ഞാലേ ഇപ്പോൾ മണ്ണൊക്കെ ഫില്ലായി. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചപ്പോ എന്തെങ്കിലുമൊക്കെ ചണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഈ വല തന്നെ അങ്ങോട്ട് വലിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി കോഴിക്കളൊക്കെ ചിക്കണ്ടീനൊക്കെ വളരെ എളുപ്പമാവും. അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യണം? വേറെ സ്പോട്ടും നല്ല സ്ഥലത്തേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ റിമോട്ട് എടുത്താൽ മതി. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. കുരുമുളക് കൃഷികളൊക്കെ അവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നട്ടിച്ചുണ്ട്. ഒന്ന് താഴ്ത്തി കൊടുത്താണ്. അപ്പോൾ കോഴിക്കൾക്ക് ഭയങ്കര തീർപ്പതി.
എന്താണ് കോഴിക്കൾ അതിൻ്റെ ഇലയുണ്ടേ വന്നിട്ട് പെട്ടെന്ന് കടിച്ചു പോകും. അപ്പോൾ ഈ റമ്മിലാകുമ്പോൾ പെട്ടെന്ന് കോയിലേക്ക് കയറൂല. അപ്പോൾ ഇതൊരു പുതിയ വെറൈറ്റി ആയിട്ട് ചെയ്തു നോക്കിയാണ്. പലരും ചെയ്യുന്നുണ്ട്, നമ്മൾ തന്നെ അതേമാതിരി ഒന്നാണ്ടേ ചെയ്ത് നോക്കിയത് എന്താ പാടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആവശ്യമുള്ള ആളുകളൊക്കെ അതുപോലൊക്കെ ചെയ്തിട്ട് റമ്മിലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കാണാൻ നല്ല കൗതുകമാണ്, കായ്ച്ച് നിൽക്കുന്നത്. അപ്പോൾ അത് കണ്ടേ, അത് പന്നീർ മുളകാണ്. അപ്പോൾ ഒന്ന് ചൂടിനൊന്നാണ്ട് ഉരുകിയിട്ട് ചൂട് തട്ടിയിട്ട് പെട്ടെന്നാണ്ട് ഇതായിപ്പോയി, ഉരുക്കം തട്ടി. നല്ല മുളകുണ്ടായിരുന്ന മുളകിൻ്റെ വള്ളിയാണ്. പിന്നെ ഇതൊക്കെ നമ്മളെ മൂച്ചിത്തൈകളാണ് കേട്ടോ, മാവിൻ്റെ തൈകൾ വെഡ് ചെയ്യാനേ തയ്യാറാക്കിയ മാവിൻ തൈകളാണത്. കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ട് ഉഷാറായിട്ട് വരുന്നുണ്ട്. കുറേ ബെഡ് ചെയ്ത് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിലിപ്പോൾ ഏകദേശമൊക്കെ പിടിച്ചിട്ടുണ്ട്. പുറത്തിറക്കാനായിട്ടില്ല. അപ്പോൾ പുറത്തിറക്കുന്ന സമയം അതിൻ്റെ നല്ല മാവുകൾ ആണ് ബെഡ് ചെയ്തിട്ടുള്ളത്. ഇത് പിടിച്ചിട്ടുണ്ട്, എല്ലാം പിടിച്ച് റെഡിയായി നിൽക്കുക. ഇതിപ്പോൾ ഞാൻ അടുത്ത് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി മറ്റുള്ള ആളുകളിലേക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണൊക്കെ അടിക്കുക. ഇനിയും വരുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ലൈക്കൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുക. മുഹമ്മദ് സ്വാഗതമാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. അസ്സലാമു അലൈക്കും.